എൻ്റെ പേര് ബിബി. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ സിസ്റ്ററാണ് ഐബി. പിന്നെ എൻ്റെ അമ്മ വന്നിട്ടുണ്ട്, ഹസ്ബൻഡ്, കുഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും പ്രിയ തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞാൽ തീരുന്ന ഒരു സാക്ഷിയല്ല. പക്ഷേ ഞങ്ങളെക്കൊണ്ടിപ്പം നന്ദി മാത്രമേ ദൈവത്തോട് പറയാൻ പറ്റുന്നുള്ളൂ, പരിശുദ്ധ അമ്മയോടും. ആദ്യത്തെ സാക്ഷി എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചെന്നല്ല, നടക്കില്ലാത്തൊരു സാക്ഷ്യമാണ്. കാരണം അതിൻ്റെ ഒരു തുടക്കം പറയുവാണെങ്കിൽ, ഒരു 18 വർഷം മുന്നേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനം നഷ്ടപ്പെട്ടു, സ്ഥലം നഷ്ടപ്പെട്ടു. ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്കാരല്ലായിരുന്നു. വളരെ ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ടുള്ള, എന്താ പറയുക, അത്രയും ബാക്കപ്പുള്ള അപ്പനൊക്കെ അവർ 4 സഹോദരങ്ങൾ 20 ഏക്കറിൽ 4 വീടൊക്കെ പണിത് അത്രയും ഫിനാൻഷ്യലി ഒരു രീതിയിലും തകർച്ച സംഭവിക്കില്ലെന്ന് ആരും വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ അങ്ങനെ ജീവിച്ചിരുന്ന ഒരു കുടുംബം. 18 വർഷം മുന്നേ വീട് നഷ്ടപ്പെട്ടു, സ്ഥലം നഷ്ടപ്പെട്ടു, എന്താ പറയുക, പിന്നെ ഞങ്ങൾ 0 ആയി. അധപ്പതനം എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ അധപ്പതനം ഞങ്ങൾ ആരുടെ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോയി. ഞങ്ങൾക്ക് ആ നാട്ടിൽ നിൽക്കാൻ പറ്റില്ലാത്തൊരവസ്ഥ വന്നപ്പം ഞങ്ങൾ ആ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് വന്നു. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന അങ്കമാലിയിലേക്ക് വന്നു. അപ്പം നമുക്ക് എന്താ പറയുക, വിഷമിക്കേണ്ട, ആർക്കും നമ്മളെ അറിയില്ലല്ലോ, ആരും നമ്മളെ കളിയാക്കില്ലല്ലോ എന്ന് ഓർത്തു. അപ്പച്ചനോട് ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് എന്താ പറയുക, ഞങ്ങൾ വാടക വീട്ടിൽ താമസിച്ചു. ഞങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ ഒരു മുറിയുടെ അത്രയും പോലും വലിപ്പമില്ലാത്ത ഒരു വീട്ടിൽ ഞങ്ങൾ താമസിക്കാൻ തുടങ്ങി. എന്താ പറയുക, ഒന്നും എനിക്കത് പറയാനില്ല. അത്രയും നാണക്കേടാണ് ഞങ്ങളുടെ മനസ്സിൽ. അപമാനം, ബന്ധുക്കളെല്ലാം ഞങ്ങൾ മാറ്റി നിർത്തി. നമുക്കൊരു ഫംഗ്ഷന് പോകാൻ പോലും പറ്റില്ല. നമ്മളിങ്ങനെ തരംതിരിച്ച് മാറ്റി നിർത്തുമായിരുന്നു. പിന്നെ അപ്പച്ചനുണ്ടായിരുന്ന ഒരു നിലയും വിലയും, അപ്പച്ചനെ കാണുമ്പോൾ റെസ്പെക്റ്റ് ചെയ്യുന്നവർ നമ്മളെ പുച്ഛിച്ചു. ഒരുപാട് എന്താ പറയുക, പരിഹാസമേറ്റു. അത് നിങ്ങളോട് പറഞ്ഞാൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അത്രത്തോളം തകർന്ന് ജീവിച്ചു. ഞങ്ങൾ ആകെ അന്നേരം ചെയ്തത് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരുന്നു. ഞങ്ങൾ ദൈവത്തിനും മാതാവിനും സമാധാനം കൊടുത്തിട്ടില്ല ഇത്രയും വർഷം. ഞങ്ങളെ പരീക്ഷിച്ചായിരിക്കും 18 വർഷം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഞങ്ങൾക്കത് സാധിക്കില്ല. പിന്നെ ഞങ്ങൾ പഠിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് ഓരോ കാര്യങ്ങൾ നടന്നു. ഞാൻ പുറത്തു പോയപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത് നമുക്ക് കടം തീർക്കാനുള്ളതേ ഉള്ളൂ. ഒരു വീട് പണിയാനോ ഒരു സ്ഥലം മേടിക്കാനോ അതൊക്കെ ഇമ്പോസിബിളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ കൊറോണയുടെ ഏറ്റവും ക്രൈസിസ് ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഫസ്റ്റ് ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. 2019 എടുത്തു. അതിൻ്റെ ഞങ്ങളുടെ കഴിഞ്ഞു. സോ അത് കഴിഞ്ഞ് ഞാൻ 22-ൽ ഞാനും ഹസ്ബൻഡ് ഒരുമിച്ച് വന്നെടുത്തു. ഞങ്ങളുടെ കുടുംബം എല്ലാം പരിശുദ്ധ അമ്മയോട് 2019 മുതൽ ചേർന്ന് നിന്നു. അമ്മയുടെ മാധ്യസ്ഥത്തിൽ മാത്രം മുന്നോട്ട് ജീവിച്ചു. കൊറോണയുടെ ഏറ്റവും പീക്ക് ലെവലിൽ നിന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ബാങ്ക് ബാലൻസ് ഒന്നുമില്ല. എൻ്റെ അനിയത്തി പുറത്താണ്, എനിക്ക് അന്നേരം ജോലിയില്ല. ഞാൻ കുഞ്ഞായിട്ട് വീട്ടിലുണ്ട്. അനിയനൊരു ചെറിയ ജോലിയാണ്, അപ്പച്ചന് ജോലിയില്ല. അങ്ങനത്തെ ഒരു സമയത്ത് ഞങ്ങൾ താമസിക്കുന്ന അങ്കമാലി നമ്മുടെ ഒരു NH ഹൈവേ ആ ഒരു സൈഡാണ്. അവിടെ സ്ഥലത്തിനൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വിലയാണ്. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒന്നുമില്ല. ഞങ്ങൾക്ക് പരിശുദ്ധ 6 സെൻറ്റ് സ്ഥലം, നല്ല വിലയുടെ ഒരു സ്ഥലം മേടിച്ചു തന്നു എന്ന് പറഞ്ഞാൽ 1 രൂപ പോലും ബാധ്യതയില്ലാണ്ട് ഞങ്ങളത് മേടിച്ചു. അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ അറിയത്തില്ല. അത് കഴിഞ്ഞിട്ടും ഞങ്ങളുടെ ഭവനം എന്നൊരു സ്വപ്നം ഇങ്ങനെ നിന്നു. എന്ത് ചെയ്യും, ഭവനം പണിയാൻ പറ്റില്ല, നമുക്ക് അറ്റ്ലീസ്റ്റ് സ്ഥലം ഉണ്ടല്ലോ. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഒരു സ്ഥലം, ഒരു തുള്ളി മണ്ണ് നമുക്കുണ്ടല്ലോ, അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഇടയ്ക്ക് നാട്ടുകാരൊക്കെ കളിയാക്കും, വീടൊന്നും പണിയണില്ലേ, അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പിലായിരിക്കും ഒരു വർഷത്തെ വീട് ബസ് ഇറങ്ങണേ. പിന്നെ ഞങ്ങൾ ആ വീട് മാറിയിട്ട് അടുത്ത സ്ഥലം, അങ്ങനെ വാടക വീട്ടിൽ താമസിച്ചു. അപ്പോൾ ഭവനം പണിയാൻ പറ്റില്ലെന്ന് വിചാരിച്ച സമയത്ത് ഞങ്ങളുടെ മനസ്സിൽ തോന്നിക്കുവാണ്, നിങ്ങൾ ലോണിന് പോയി ഒന്ന് അപ്ലൈ ചെയ്യാൻ. ഞങ്ങൾ ബാങ്കിലേക്ക് പോവാണ്. ഞങ്ങൾ ബാങ്കിലേക്ക് പോയി ഞങ്ങൾ വിചാരിച്ചിരുന്ന എമൗണ്ട്, ഒരു ചെറിയ എമൗണ്ട്, ഒരു കുഞ്ഞു വീട് പണിയാമെന്നാണ്. ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് ബാങ്കിൽ ചെന്നു. എന്താ പറയുക, അത്ഭുതം എന്ന് പറയട്ടെ, ആദ്യത്തെ തവണ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ഞങ്ങൾക്ക് ഒരു റിപ്ലൈ ലഭിക്കുവാണ്. ഞങ്ങൾ വിചാരിച്ചിരുന്ന എമൗണ്ടിൻ്റെ ഒരു ഇരട്ടി എമൗണ്ട് അവർ സാങ്ഷനാക്കി തരുവാണ്. അതും എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പരിശുദ്ധ അമ്മയുടെ വെഞ്ചരിച്ച ഉപ്പ് കൊണ്ടുപോയായിരുന്നു. ഞങ്ങളെന്നും സ്ഥലത്തിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പെട്ടെന്ന് ലോണുകളെല്ലാം സാങ്ഷൻ ആവുന്നു. ഫസ്റ്റത്തെ ഗഡു സ്ഥലം കാണിക്കുന്നു. ഒരു നല്ലൊരു എമൗണ്ട് പിറ്റേ ദിവസം ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയാണ്. ഞങ്ങൾക്ക് ഒരിക്കൽ സ്വപ്നം കാണാത്ത ഒരു എമൗണ്ട്. അങ്ങനെ ഞങ്ങൾ വീട് പണി മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ആർക്കും അറിയില്ല, ഞങ്ങളുടെ കുടുംബത്തിന് മാത്രമേ അറിയത്തുള്ളൂ. കാരണം എല്ലാവരും നമ്മൾ ഉപേക്ഷിച്ച് ആരും ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ച കാര്യങ്ങളായതുകൊണ്ട് ആരും ഇതിനെപ്പറ്റി അന്വേഷിക്കാറില്ല. ഞങ്ങൾ പറയാനും പോകാറില്ല, കാരണം ആർക്കും വലിയ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ. അങ്ങനെ ഞങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നു. 8 മാസമായതേ ഉള്ളൂ. അടുത്ത ആഴ്ച ഞങ്ങളുടെ വീടിൻ്റെ പെരകറി താമസമാണ്. 18 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളൊരു വീട്ടിൽ താമസിക്കാൻ പോവാണ്. അതും ഞങ്ങളൊരു ഫസ്റ്റ് ഫ്ലോർ ഒരു നില മാത്രം ആഗ്രഹിച്ചു. പരിശുദ്ധമായിട്ട് പ്ലാൻ മാറ്റി 2 നിലയാക്കി തന്നു. എന്നിട്ടും ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിലും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 3rd ഫ്ലോറിൽ ഒരു റൂമും കൂടി ഉണ്ട്. ഞങ്ങൾ ജീവിച്ചോ, ഞങ്ങളെ അവിടുന്ന് ദൈവം തകർത്ത് കളഞ്ഞെങ്കിലും അതിനേക്കാൾ ഇരട്ടിയായിട്ട് ഞങ്ങളെ പണിതുയർത്തി പരിശുദ്ധയമ്മ. 8 മാസം കൊണ്ട് ഇങ്ങനെ ഒരു വീട് പണിത് തീരുക എന്ന് പറഞ്ഞാൽ പൈസ ഉള്ളവർക്കത് സാധിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല.
ഇപ്പോഴും ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ആ വീടിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഈ സ്ഥലം. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അവിടെ നിന്ന് നോക്കിയിട്ട് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ പണി തുടങ്ങിയിട്ട് ഓണത്തിൻ്റെ ഒരാഴ്ച അല്ലാണ്ട് ഒരു ദിവസം പണി മുടങ്ങിയില്ല. എന്താ പറയുക, മഴ രാത്രി മൊത്തം പെയ്താലും ഞങ്ങളുടെ വീട് പണിയാൻ ആൾക്കാർ വരുമ്പോൾ ആ മഴ നിൽക്കും അവിടെ. അങ്ങനെ പരിശുദ്ധി അമ്മ കൂടെ നിന്ന് ഞങ്ങൾക്കത് ആ ഒരു ഭവനത്തെ, ആ ഒരു സ്വപ്നത്തെ ഞങ്ങൾക്ക് നടത്തി തന്നു. അതിന് ഞങ്ങളുടെ ജീവിതം തന്നെ ഇവിടെ സമർപ്പിച്ചിരിക്കുവാണ്. അതിന് നന്ദി പറഞ്ഞാലൊന്നും തീരില്ല. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷി. ഞങ്ങളുടെ കുടുംബം എല്ലാം നോക്കിയിരുന്ന് ജീവനോടെ ഇതുവരെ നിൽക്കണമെന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യം. ഭവനമല്ല വീട്ടിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. പക്ഷേ ഇത്രയും വർഷം വെയിറ്റ് ചെയ്തിട്ടൊരു കാര്യം സംഭവിക്കുമ്പോൾ അത് ഭയങ്കര വലുതാണ്. നിങ്ങൾക്ക് എത്രമാത്രം അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അത്രമാത്രം വലിയൊരു സന്തോഷത്തിലാണ് ഞങ്ങൾ. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അമ്മ ഇങ്ങനെ വന്നു നിന്ന് നടത്തി തരുവാണ്. രണ്ടാമത്തെ ഏറ്റവും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ ഒരു സമയം കഴിഞ്ഞപ്പം ഇങ്ങനെ കുറേ പ്രോബ്ലംസ് വന്നപ്പോൾ മാതാവിൻ്റെ അടുത്തുള്ളൊരു വിശ്വാസം കൊണ്ട് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. മാതാവ് ഇല്ലെന്ന് അവൻ പറയാൻ തുടങ്ങി. ഞങ്ങൾക്കത് ഭയങ്കര ഒരു പെയിനായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ഇവിടെ ഒരു മരിയൻ തപസ് ധ്യാനം കൂടാൻ വന്നു. ആ സമയത്ത് നമുക്കൊരു വെച്ചാൽ അച്ഛനെ കണ്ട് ഒരു മിനിറ്റ് നമുക്ക് ഒരു ആവശ്യം പറയാം, അച്ഛനൊന്ന് ബ്ലസ് ചെയ്യും. അപ്പോൾ ഞാൻ വന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മുമ്പിൽ നിന്നൊരു ചേച്ചി ഒരു കാര്യം പറഞ്ഞു. എന്ത് കാര്യം എന്നറിയില്ല. അപ്പോൾ അച്ഛൻ മറുപടി പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഉടമ്പടി കാശ് രൂപം കടക്കണേൻ്റെ തലേണയുടെ അവിടെ വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അച്ഛൻ പറഞ്ഞു കൊടുത്ത റിപ്ലൈ ഞാൻ കേൾക്കുവാണ്. അപ്പോൾ അച്ഛൻ എന്നോട് മറുപടി പറയാത്ത സ്ഥിതിക്ക് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഇവിടുന്ന് മേടിച്ച ഉടമ്പടി കാശുമല്ല, സാധാരണ ഒരു വെഞ്ചരിച്ച കാശ് രൂപം എൻ്റെ അനിയൻ്റെ ബെഡ് പയ്യെ കട്ട് ചെയ്ത് അതിനകത്ത് ഞങ്ങൾ തുന്നിച്ചേർത്തു. ഞാനും അമ്മയും കൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി തുന്നിച്ചേർത്തു. അവൻ മാതാവിനെ അതുപോലെ അവഹേളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്കൊരു ഭയങ്കര പെയിൻ ആയതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ചെയ്തു. വിശ്വാസം അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം പോലെ അവൻ ആ ബെഡിൽ കിടക്കാൻ പറ്റണില്ല. അവന് ഇതറിയത്തില്ല, ഈ കാര്യങ്ങൾ അറിയത്തില്ല. ഞങ്ങളപ്പം അമ്മ ആ ബെഡിൽ നിന്ന് അവൻ എണീറ്റ് പോയി. അവനവിടെ കിടക്കണ്ട, അവന് ഭയങ്കര ചൂടാന്ന് പറയുക. അടിയിൽ തീ ഇട്ട പോലെ തോന്നുക, എനിക്കിവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവന് ഹോളിൽ പോയി പായിൽ കിടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വെക്കാം. അപ്പോൾ അമ്മ പറഞ്ഞു, ചിലപ്പോൾ അവൻ ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും, സോ അങ്ങനെ വെക്കണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. എന്താ പറയുക, അതും ഇങ്ങനെ മാറാൻ പറ്റില്ല എന്ന് വിചാരിച്ച കാര്യം ഒരു മാസത്തിനുള്ളിൽ എൻ്റെ അനിയൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ. ഇപ്പോൾ അവൻ മാതാവിനോട് പറയാണ്ട് അല്ലെങ്കിൽ ഉടമ്പടി കാശ് ഇല്ലാണ്ട് എങ്ങും പോവില്ല. അവന് ജോലി കിട്ടി. അങ്ങനെ കുറേ കാര്യങ്ങൾ അവൻ്റെ അതിൽ സംഭവിച്ചു. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ OET. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആദ്യത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ദുബായിക്ക് പോയി ഫസ്റ്റ് എക്സാം എഴുതി. അപ്പോൾ ഞാൻ മാതാവിനോട് 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും ചോദിച്ചു. കല്യാണം കഴിഞ്ഞ ഉടനെയാണ്, എനിക്കൊന്നില്ലെങ്കിൽ ഒരു പ്രഗ്നൻസി, എനിക്കൊരു കുഞ്ഞിനെ തരണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ OET പാസ്സാക്കി തരണം. അപ്പോൾ ഞാൻ പോയി. അപ്പോൾ ഞാൻ സ്വപ്നത്തിൽ ഇങ്ങനെ കാണുവാണ്. സ്വപ്നത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും നമുക്കത് ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ സ്വപ്നത്തിൽ കാണുവാണ് ഒരു പെൺകുട്ടി, എൻ്റെ മുഖം അതുപോലെ സ്ട്രിപ്പ് പോസിറ്റീവ് കാണിക്കുന്നു, ഇതൊക്കെ കാണുന്നുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ എക്സാം എഴുതി റിസൾട്ട് വന്നപ്പം എനിക്ക് റൈറ്റിങ്ങിന് 20 മാർക്സിന് പോയി. അപ്പോൾ അത് കിട്ടിയില്ല. പിന്നെ എൻ്റെ പ്രഗ്നൻസിയും എന്താ പറയുക ഒന്നും ആയിട്ടില്ല, ഒന്നും തോന്നുന്നില്ല. കാരണം പീരീഡ്സ് ഒക്കെ ഇറഗുലർ ആയിരുന്നു, പുറത്ത് വർക്ക് ചെയ്തതിൻ്റെ ടെൻഷൻ സ്ട്രെസ്സൊക്കെ കാരണം. സോ ആ മാസം ആകാത്തതുകൊണ്ട് നമ്മളിതൊന്നും വിചാരിച്ചില്ല, പുറത്ത് നാട്ടിൽ വന്ന് ഗൈനക്കിനെ കാണാം, ഇനി അതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാം, നോർമൽ ആവാനുള്ളതെന്നൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണമെന്ന് ചെക്ക് ചെയ്തപ്പം കറക്റ്റ് 2 മാസം ഞാൻ പ്രഗ്നൻ്റ് ആണ്. സംഭവം എന്താ പറയുക, എന്താണോ മാതാവ് കാണിച്ചു തന്നെ അത് തന്നെ ജീവിതത്തിൽ നേരിട്ട് ഞങ്ങൾ അനുഭവിച്ചു. വളരെ നോർമൽ ഡെലിവറി. എന്താ പറയുക, ഹോസ്പിറ്റലിലെ ആൾക്കാർ തന്നെ പറഞ്ഞു ഇത്രയും നോർമലായിട്ട് ഞങ്ങൾ ഈ അടുത്തൊന്നും ഒരു ഡെലിവറി എടുത്ത്. അങ്ങനെ മാതാവിൻ്റെ മാധ്യസ്ഥയിലൂടെ ഇങ്ങനെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കൈവന്നു. അപ്പോൾ ആദ്യത്തെ അങ്ങനെ കിട്ടിയില്ല. പിന്നെ രണ്ടാമത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഹസ്ബൻഡ് ഉടമ്പടി എടുക്കാൻ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് OETയിൽ റൈറ്റിംഗ് മാത്രമേ പാട് തോന്നുള്ളൂ. ലിസ്ണിംഗ് റീഡിംഗ് ഒക്കെ ഭയങ്കര ഈസിയാണ്, എപ്പോഴും നല്ല മാർക്ക് കിട്ടുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പഠിക്കാണ്ട് പോയിട്ട് ഒരു ഡേറ്റ് എടുക്കാമെന്ന് വിചാരിച്ച് 2ാമത് ഡേറ്റ് എടുത്തു. അപ്പോൾ നമ്മുടെ കഴിവ്, എനിക്കൊരു മനസ്സിലൊരു ചെറിയ അഹങ്കാരമൊക്കെ ഉണ്ടാവും, എനിക്ക് കിട്ടും, ലിസ്ണിംഗ് റീഡിംഗ് എന്നാ തലങ്കുത്തി പറഞ്ഞാലും പോവില്ല, എനിക്ക് കിട്ടും എന്ന് ഞാൻ വിചാരിച്ചു. റിസൾട്ട് വരട്ടെ. ഏറ്റവും പാടുള്ളത് കിട്ടി, ഏറ്റവും എളുപ്പമുണ്ടായിരുന്ന ലിസ്ണിങ്ങിൻ്റെ മാർക്ക് പോയി, റീഡിങ്ങും പോയി, നിസ്സാര മാർക്കിന്. അപ്പോൾ എൻ്റെ എന്താ പറയുക, നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ്, അവിടെ അത് ശരിക്കും കണ്ടു. 3ാമത് ഡേറ്റ് എടുത്തു. പ്രത്യേകം ഒരു 20 ഡേയ്സ് ട്രെയിനിങ് ചെയ്തു. പിന്നെ പരിശുദ്ധ അമ്മേനെ വിളിച്ച് പോയി എഴുതി. ആ എക്സാം അത്രമാത്രം ഡിഫിക്കൽട്ടായിരുന്നു. അവിടുത്തെ ഇൻ്റർലോക്യൂട്ടേഴ്സും എക്സാമിനേഴ്സും ഒക്കെ പറഞ്ഞു ഈ വർഷം ഇത്രയും ടഫായിട്ടുള്ളൊരു എക്സാം നടന്നിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞു ഇത് കിട്ടില്ല എന്തായാലും, കാരണം എനിക്ക് 4 പാടായിരുന്നു. ഈവൻ സ്പീക്കിംഗ് പോലും ഒന്നും നല്ല രീതിയിൽ പറയാൻ പറ്റുന്നില്ല, അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ ഹസ്ബൻഡ് പുറത്തിരുന്ന് എൻ്റെ ഓരോ മൊഡ്യൂളിൻ്റെ സമയത്തും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ റിസൾട്ട് വന്നു. റിസൾട്ട് വരുന്നതിന് മുന്നേ ഞാൻ സ്വപ്നം കാണുവാണ്, ഞാൻ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് എൻ്റെ മദറിനോട് അടുത്ത് ഈ റിസൾട്ട് പറയുന്നതായിട്ട്, ഫുള്ള് B കിട്ടി, പാസ്സായിന്ന്. അപ്പം മനസ്സിൽ ഭയങ്കര ടെൻഷൻ, വേദന. ഇവർക്ക് ആർക്കും അറിയത്തില്ല ഞാൻ ഈ OET എഴുതുന്ന കാര്യം. എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾക്ക് വളരെ പേഴ്സണലായിട്ട് മാത്രം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ റിസൾട്ട് വന്നു, എല്ലാത്തിനും B. എന്താ പറയുക, വളരെ ഞെട്ടിക്കുന്ന ഇതായിപ്പോയി. കാരണം ഒരിക്കലും C പോലും കിട്ടില്ലെന്ന് വിചാരിച്ച് അത്രയും ടഫായിരുന്ന കാര്യത്തിന് പരിശുദ്ധ അമ്മ B തന്ന്, എല്ലാത്തിനും B തന്ന് അനുഗ്രഹിച്ചു. പിന്നീടുള്ള ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ വളരെ എന്താ പറയുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം ക്രമീകരിച്ച് മാതാവ് കൂടെ നിന്ന് നടത്തി തരുന്നു.
പിന്നെ ഇനി ഒരു സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിയുടെയാണ്. ഞാൻ അവളുടെ അടുത്ത് കൊടുക്കാം. അമ്മ മാതാവിനും തിരുക്കുമാരനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. എൻ്റെ ജീവിതം തന്നെ ഒരു അത്ഭുതമാണ്. കാരണം ഞാൻ ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്നത് അത്ര ഈസി ഒന്നുമല്ല. ഭയങ്കര വർക്ക് പ്രഷറാണ്. വർക്ക് പ്രഷർ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഫുഡ് കഴിക്കാൻ പോലും പറ്റാത്ത വർക്ക് പ്രഷറാണ്. അപ്പം എൻ്റെ തൊണ്ടയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് തൊണ്ടയിൽ ഇങ്ങനെ ഫുഡ് കുരുക്കിയിരിക്കുന്ന പോലത്തെ ബുദ്ധിമുട്ട്. രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. 3 ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങുന്നത് പോട്ടെ, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അതായത് ഞാൻ മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ നോക്കുന്നു, എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനതൊരു കുറേ വെള്ളം കുടിച്ചു, എന്തെങ്കിലും കുരുക്കിയിരിക്കുവാണെങ്കിൽ പോട്ടെ എന്നോർത്ത്. ഒരു രക്ഷയില്ല. എന്നിട്ട് ഞാൻ ഇരുന്ന് നേരം വെളുപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് എന്താ സംഭവിക്കുന്നത്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ച് എൻ്റെ വീട്ടിൽ ആളുണ്ട്. ആ സമയത്ത് എനിക്കാണ് ജോലിയുള്ളത്, ചേച്ചിക്ക് ജോലിയില്ല. കാരണം എക്സാം കാര്യങ്ങൾ പ്രിപ്പറേഷൻസൊക്കെയാണ്. അനിയനൊരു ചെറിയ ജോലിയുള്ളൂ, വാടക കൊടുക്കാൻ മാത്രമേ ഞങ്ങൾക്ക് അത് തികയത്തുള്ളൂ. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കെന്ത് വന്നാലും സാരമില്ല, പക്ഷേ ഇവരൊക്കെ ഒരു നിലയിലാകുന്നത് വരെ എന്നെ ഒന്ന് പിടിച്ചു നിർത്തണേന്ന്. ഞാൻ വീട്ടിൽ പറഞ്ഞില്ല, ഇതൊന്നും ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. കാരണം അമ്മ ഭയങ്കരമായിട്ട് വേദനിക്കും. എന്നിട്ട് അറിയാണ്ട് അബദ്ധത്തിൽ പിറ്റേ ദിവസം എൻ്റെ വായിൽ നിന്ന് അത് വീഴുകയും അമ്മ എൻ്റെ കയ്യിൽ ഉടമ്പടിയുടെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ 3.5 വർഷമായിട്ട് ഇസ്രായേലായിരുന്നു. അപ്പോൾ അമ്മ എനിക്ക് വേണ്ടിയിട്ട് വീട്ടിലിരുന്ന് തൊണ്ടയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, മകൾ നാളെ പോയി ടെസ്റ്റ് ചെയ്യുക. അവിടെ ചെന്ന് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യാൻ പോയി. അപ്പോൾ പറഞ്ഞു, ഇവിടെ തൊണ്ടയിൽ തടിപ്പുണ്ട്, ഈ 2 സൈഡിലും ഇവിടെ ഈ കുഴിയുടെ സൈഡിലും എന്തോ ഉണ്ട്. ഡോക്ടർ എന്നോട് കൺഫേം ചെയ്ത് പറഞ്ഞു, അത് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു. ഡേറ്റ് കിട്ടത്തില്ല, നമുക്ക് അവിടെയൊക്കെ ഡേറ്റ് കിട്ടുന്നത് 1 മന്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് പെട്ടെന്ന് അറിയണം, ഇത്രയും ദിവസം ടെൻഷൻ സഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് പെട്ടെന്ന് എൻ്റെ പേഷ്യൻ്റെ മകൾ വിളിച്ചിട്ട് പറഞ്ഞു, എടി ഒരു സ്കാനിങ്ങിന് വന്നിട്ടുണ്ട്, നാളെ രാവിലെയാണ്, നമുക്ക് പോയി ചെയ്യാമെന്ന് പറഞ്ഞു. പോയി ചെയ്തു. എനിക്കറിയില്ല, ഞാൻ അവിടെ കിടന്ന് കരഞ്ഞു. ഇങ്ങനൊരു സംഭവമേ ഇല്ല, ഒരു മുഴയില്ല, ഒരു തടിപ്പില്ല, എനിക്ക് ശ്വാസം എടുക്കുന്നതിനും ബുദ്ധിമുട്ടുമില്ല. 3-4 ദിവസം കൂടി അന്ന് രാത്രി ഇതുവരെ ഉറങ്ങാത്ത രീതിയിൽ ഞാൻ സമാധാനപരമായിട്ട് ഞാൻ ഉറങ്ങി. അത് നാട്ടിൽ നിൽക്കുന്നവർക്ക് എത്ര മനസ്സിലാവും എന്നറിയില്ല, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് എന്തായാലും അത് മനസ്സിലാവും. കാരണം നമ്മുടെ പകൽ മുഴുവൻ ഡ്യൂട്ടി, ഞങ്ങൾക്ക് 24 മണിക്കൂറാണ് ഡ്യൂട്ടി, 7 ദിവസം ലീവില്ല. അപ്പോൾ ഈ ഡ്യൂട്ടി പ്രഷറിൻ്റെ കൂടെ ഇതും കൂടി ആകുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ്. അത് അമ്മ മാതാവ് തിരുക്കുമാരനോട് പറഞ്ഞ് അങ്ങനെ ഒരു സംഭവമേ ഇല്ലാത്ത രീതിയിലാക്കി തന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ ഒരു ചെറിയ കാര്യം കൂടി പറയാനുള്ളത്, ഹസ്ബൻഡ് ജോലിയുടെയാണ്. അപ്പോൾ ആദ്യം ഒരു ചെറിയ ജോബായിരുന്നു, പിന്നെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെതായിട്ട് നല്ലൊരു ജോലി ലഭിച്ചു. അങ്ങനെ ചെറുതും വലുതുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ശരീരത്തിനൊരു ഇടത് സൈഡിൽ എൻ്റെ ശരീരത്തിന് ഒരു ബുദ്ധിമുട്ടായിരുന്നു, ഒരു ഡൈജഷൻ എന്തൊക്കെയോ ഒരു പ്രോബ്ലം നമുക്ക് തോന്നി. അതുപോലെ അത് തന്നെ വിശുദ്ധ തൈലം തൂത്ത് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ദൈവം പരിശുദ്ധ അമ്മ പ്രിയ തിരുക്കുമാരൻ വഴി ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു.